സ്വന്തം ഗ്രൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ വിറപ്പിച്ച നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആദ്യ പകുതിയിൽ ഒറ്റ ഷോട്ട് പോലും ടാർഗറ്റിലില്ല രണ്ട് ടീമിനും. പക്ഷേ അവസാനം പെപ് ഗാർഡിയോളയുടെ ടീം വീണ്ടും തെളിയിച്ചു, അതായത് ടൈറ്റിൽ റേസിൽ ജയിക്കാൻ അറിയാവുന്ന ഒരു ടീമാണ് സിറ്റി എന്നുള്ളത്. അതൊരു കണ്ടൻഷ്യസ് ഡിസിഷനും ആയിരുന്നു. നമസ്കാരം, ഇത് പ്രീമിയർ ലീഗ് മാച്ച് അനാലിസിസ് ആണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. ഫുൾ ടൈം സ്കോർ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 1, മാഞ്ചസ്റ്റർ സിറ്റി 2. സിറ്റിക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ഹാഫിലാണ് കളി എന്താ പറയുക ഗോളുകൾ മൊത്തം വന്നത്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ടീമിൽ ഒറ്റ ഷോട്ട് പോലും ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നില്ല. സിറ്റിക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു 48 മിനിറ്റിൽ റൈൻഡേഴ്സ് ഗോൾ അടിച്ചത്. അത് നല്ലൊരു ഗോളായിരുന്നു. ചെർക്കിയുടെ ഒരു സെറ്റിൽ പാസ് പുള്ളി ഫസ്റ്റ് ടൈം ഹിറ്റിൽ ഗോളായത്. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഫോറസ്റ്റിൻ്റെ ഡിഫൻസ് ഒന്ന് ബോൾ വാച്ചിങ് ആയിപ്പോയി. അതാണ് ഉണ്ടായത്. ഫോറസ്റ്റിന് വേണ്ടി ഹച്ചിൻസൺ ഒരു ഈക്വലൈസർ ആണെന്നു കിട്ടില്ലൻ ഒരു കൗണ്ടർ അറ്റാക്ക്. പിന്നെ നോർമൽ ടൈം തീരാൻ ഒരു 6 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോഴാണ് റയാൻ ചെർക്കിയുടെ വിന്നർ. അത് ഒരു കോൺട്രവേഴ്സ്യൽ വിന്നർ തന്നെയാണ് ആക്ച്വലി. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കാണുന്ന പോലെ തന്നെ ഒരു കോർണർ ആയിരുന്നു. ആ കോർണർ വരുമ്പോൾ മോർഗൻ ഗിബ്സ് വൈറ്റിനെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫൗൾ ചെയ്തോടത്തുനിന്ന് എണീറ്റിട്ട് നിൽക്കുമ്പോഴാണ് ചെർക്കിയുടെ ഷോട്ട് വരുന്നത്. അപ്പോൾ ഹി വാസ് അൺബാലൻസ്ഡ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ചെർക്കിയുടെ ബ്യൂട്ടിഫുൾ ഷോട്ടായിരുന്നു. പറയാണ്ടിരിക്കാൻ വയ്യ, കിടിലൻ ഷോട്ട് തന്നെയായിരുന്നു. ചെർക്കിയുടെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള കളി മൊത്തം കാണുമ്പോൾ ചെർക്കിയുടെ നോട്ടീസ് ചെയ്തിട്ടുള്ളത് തീരെ ബാക്ക് ലിഫ്റ്റ് കാര്യമായിട്ട് ഇല്ലാണ്ടാണ് പുള്ളിയുടെ ഷോട്ട്സൊക്കെ വരുന്നത്. അപ്പോൾ ഗോൾ കീപ്പർക്ക് എന്താ പറയുക ഒന്ന് റെഡി ആവാനായിട്ട് ടൈമില്ല. ക്വിക്ക് ഷോട്ട്സാണ് എല്ലാം വരുന്നത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോൾ നിൽക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഗിബ്സ് വൈറ്റിൻ്റെ ഫൗള് ഗിബ്സ് വൈറ്റ് ഈ കളിയിൽ ഈ ബോൾ പാസേജിൽ വരില്ല എന്നുണ്ടെങ്കിൽ ഐ വുഡന്റ് മൈൻഡ്. കാരണം അത് ഇതിൽ തീരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇതേ ഇൻസിഡൻറ്റിൽ തന്നെ ഇതേ കോർണറിൽ തന്നെ മൊറിലോൻ്റെ ഷർട്ട് ജേഴ്സി കീറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊറിലോ പിക്ചറിൽ വരുന്നില്ല. അത് കാരണം ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഗിബ്സ് വൈറ്റ് ഫൗൾ ചെയ്തിട്ട് ഗിബ്സ് വൈറ്റ് ശരിക്കും ഫൗൾഡ് അല്ല, ശരിക്കും നിൽക്കുന്നുണ്ടെങ്കിൽ മേ ബി ഹി കുഡ് ഹാവ് ബ്ലോക്ക്ഡ് ഇറ്റ്. ഓക്കെ, ഹി വാസ് അൺബാലൻസ്ഡ്. അതാണ് ആ ഒരു കണ്ടൻഷ്യസ് ഡിസിഷൻ എന്ന് പറഞ്ഞത്. എന്താണെങ്കിലും ഈ ജയത്തോടെ മാഞ്ചസ്റ്റർ സിറ്റി ടൈറ്റിൽ റേസിൽ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. സിറ്റി ഈസ് സിറ്റി. പക്ഷേ കളി കണ്ടിട്ട് ഐ ഡോണ്ട് തിങ്ക് സിറ്റി വിൽ ബി ലൈക്ക് പ്രീവിയസ് ഇയേഴ്സ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫസ്റ്റ് 45 മിനിറ്റ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടീമിനും 0 ഷോട്ട്സ് ഓൺ ടാർഗറ്റാണ്. മാഞ്ചസ്റ്റർ സിറ്റിനെ സംബന്ധിച്ച് ഇത് വളരെ അപൂർവമായിട്ടൊരു കാഴ്ചയാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ബേസിക്കലി ഡീപ്പ് ഡിഫൻസീവ് ബ്ലോക്കും മിഡ്ഫീൽഡ് വളരെ കോമ്പാക്റ്റ് ആയിട്ട്. സിറ്റിക്ക് സെൻറ്ററിൽ കൂടെ ബോൾ കൊണ്ടുപോകാനേ പറ്റിയില്ല. സ്പേസസ് കൃത്യമായിട്ട് അടച്ച് ഷോൺ ടൈഷിൻ്റെ ശരിക്കും ഒരു ടാക്ടിക്കൽ ഗെയിം തന്നെയായിരുന്നു. സിറ്റിക്ക് സംഭവം പൊസിഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ക്ലിയർ ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫിലാണ് കളി തിരിഞ്ഞത്. സെക്കൻഡ് ഹാഫ് കൂടിയിട്ട് സിറ്റി കുറച്ചുകൂടി കളിയുടെ ഇൻറ്റൻസിറ്റി കൂട്ടി. ചെർക്കിയുടെ ഒരു സ്മാർട്ട് മൂവ്മെൻറ്റും കട്ട് ബാക്ക് പാസ് ആയപ്പോൾ റൈൻഡേഴ്സ് കാം ഫിനിഷായിരുന്നു. അങ്ങനെ സിറ്റി ലീഡ് എടുത്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ 54th മിനിറ്റിൽ ഒരു ക്വിക്ക് ട്രാൻസിഷനിൽ ഹച്ചിൻസിൻ്റെ ഫിനിഷിംഗ് ആയിരുന്നു. അത് ഹഡ്സൺ ഒഡോയ് ഗിബ്സ് വൈറ്റ് ഹഡ്സൺ ഒഡോയ്ക്ക് കൊടുത്ത് ഹഡ്സൺ ഒഡോയ് ഗിബ്സ് വൈറ്റിന് തിരിച്ചു കൊടുത്ത് ഈഗോ ജെസൂസ് ഇന്നലെ ശരിക്കും സിറ്റിയുടെ സെൻട്രൽ ബാക്സിന് നല്ല പണിയാണ് കൊടുത്തത്. കാരണം ശരിക്കിട്ട് എന്താ പറയുക വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കളിയുടെ ഇതിൽ എന്താ പറയുക ഫസ്റ്റ് ഹാഫിൽ തന്നെ റൂബൻ ഡിയാസ് സെക്കൻഡ് യെല്ലോ കിട്ടി പോകാനത് സിറ്റിയുടെ ഡിഫൻഡർ ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ എല്ലാ ഫോളും എന്താ പറയുക സെക്കൻഡ് യെല്ലോ ആവണമെന്നില്ല. അത് കാരണം അത് അത്ര വലിയ സംഭവം ആക്കുന്നില്ല. പക്ഷേ ഗോള് ശരിക്കും ഇഷ്യൂ തന്നെയായിരുന്നു. ഫോറസ്റ്റിൻ്റെ മെൻറ്റാലിറ്റി ശരിക്കും കളി കാണിച്ചത്. കാരണം ടോപ്പ് ടീംസിന് ഇതിനെ പോലെ എങ്ങനെ കളിക്കണം എന്നുള്ളത് ഫോറസ്റ്റ് നന്നായിട്ട് കാണിച്ചത്. കളി ലാസ്റ്റിലത്തെ ഒരു 20 മിനിറ്റ്സിലാണ് ഉണ്ടായത്. ഫോറസ്റ്റിൻ്റെ എനർജി കുറച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പക്ഷേ എന്നാലും ഫോറസ്റ്റ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 84th മിനിറ്റിലാണ് ചെർക്കി ഹാഫ് സ്പേസ് കണ്ടെത്തിയിട്ട് ഒരു ലോ ഷോട്ടായിരുന്നു. ആ രസം എന്താണെന്നുണ്ടെങ്കിൽ ആ ഷോട്ട് കഴിഞ്ഞിട്ട് സിറ്റിക്ക് പ്രത്യേകിച്ച് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിരുന്നു കൊണ്ട് ഫോർഡിനൊരു ചാൻസ് കിട്ടിയത് സിറ്റിയുടെ ഗോൾ കീപ്പർ തടുത്തത്. അത് ബ്രില്യൻ സേവ് ആയിരുന്നു കാലോണ്ടുള്ളത്. കാരണം ഗോൾ കീപ്പർ മാത്രമല്ലോ ഫോർഡിൻ്റെ മുമ്പിൽ അത്രയും ക്ലോസ് ആയിട്ട്. അത് കിഡിലൻ സേവ് തന്നെയായിരുന്നു. കളിയുടെ പ്ലെയർ ഓഫ് ദ മാച്ച് ചെർക്കി തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം സിറ്റിയുടെ എല്ലാ മൂമെൻറ്റ്സും പോയിരുന്നത് ചെർക്കിയുടെ തന്നെ ക്രിയേറ്ററായിട്ടും ഫിനിഷറായിട്ടും ഒരു ഗോളും ഒരു അസിസ്റ്റും. സിറ്റിക്ക് എന്താ പറയുക
ഡെബ്രൂൻ പോയതിനു ശേഷം പറയാവുന്നൊരു പ്ലേ മേക്കർ ശരിക്കും കിട്ടിയെന്ന് പറയാം ചെർക്കി കൂടെ. നന്നായിട്ട് കളിക്കുന്നുണ്ട് ചെർക്കി. പിന്നെ ചെർക്കിക്ക് ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, എവിടെയും ഏത് വിങ്ങിൽ വേണമെങ്കിൽ പോയിട്ട് കളിക്കാന്നുള്ള നിലയ്ക്കാണ് ചെർക്കിയുടെ. ഇപ്പോൾ നമ്മുടെ ഹീറ്റ് മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെർക്കി എല്ലായിടത്തും കിടന്ന് റോമിങ് മിഡ്ഫീൽഡർ പോലെ കിടന്നിരുന്നത്. ഫോറസ്റ്റ് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിരുന്നാലും ലാസ്റ്റ് സെക്കൻഡ് ഹാഫിൽ ഒരു ബിഗ് ടീം എങ്ങനെയാണ് ഇങ്ങനത്തെ കേസിലൊക്കെ വരിക, അതുപോലെ തന്നെ ബിഗ് ടീം ഒരു ജയിച്ചു. ഫസ്റ്റ് അവർ ഫോറസ്റ്റ് ബ്രില്യൻ്റ് ആയിരുന്നു, ഗെയിം മാനേജ്മെൻറ്റ് സൂപ്പറായിരുന്നു. ലാസ്റ്റ് 20 മിനിറ്റ്സിലാണ് ഫോറസ്റ്റിനെ പറ്റിയത്. സിറ്റിയുടെ പൊസഷൻ ഏകദേശം ഒരു 65% മുകളിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഫോറസ്റ്റിന് ബേസിക്കലി ചാൻസസ് വന്നത് ട്രാൻസിഷൻ വഴിക്ക് തന്നെയാണ് ഫോറസ്റ്റിന് ചാൻസസ് വന്നത്. ഫോറസ്റ്റിൻ്റെ ഗ്രൗണ്ടിൽ ഫോറസ്റ്റ് സിറ്റി ഒന്ന് പേടിപ്പിച്ചു എന്നുണ്ടെങ്കിലും അവസാനത്തിൽ എക്സ്പീരിയൻസ് തന്നെയാണ് ജയിച്ചത്. പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസിൽ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിരിക്കും ഇനി ആഴ്സണലും സിറ്റിയും ആസ്റ്റൺ വില്ലയും തമ്മിൽ. സിറ്റി ഈ കളി ഒരു ടൈറ്റിൽ ഇതിനുള്ള കളിയല്ല, പക്ഷേ ഞാൻ നോക്കുമ്പോൾ ടൈറ്റിൽ റേസിൽ കളിക്കുന്ന എല്ലാ ടീംസും ഗംഭീര കളി കളിച്ചിട്ടൊന്നല്ല എല്ലാവരും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. എവറിബഡി ഈസ് വിന്നിങ് വിത്ത് സം ലക്ക്. അപ്പോൾ സിറ്റിയുടെ കേസിൽ ഇതൊരു നല്ല വിൻ തന്നെയാണ്. ഇപ്പോൾ ടൈറ്റിൽ റേസിൽ ആഴ്സണലിനെ തൊട്ട് പിന്നിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഗോ ബിഹൈൻഡ് ആസ്റ്റൺ വില്ല ആസ് വെൽ. അപ്പോൾ നല്ല കളിയായിരുന്നു. ഇനി അടുത്ത കളിയുടെ വെച്ചിട്ട് നമുക്ക് നോക്കാം.